വിശുദ്ധ തൃത്വം പാർട്ട് 4 ആളത്വം. ഇന്ന് നമുക്ക് തൃത്വത്തിലെ ആളത്വത്തെ പറ്റി ചിന്തിക്കാം. ദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട്. ആളത്വം എന്ന് പറയുന്നത് 3 ദൈവിക ആളുകളാണ്. ദൈവത്തെ നമുക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ ആളത്വം ദൈവത്വം എന്നൊക്കെ പറയുന്നത്. ആളത്വം എന്നൊക്കെ പറയുമ്പോൾ സെൽഫ് ഹുഡ്, HWD ഹുഡ്, അത് ആളിൻ്റെ സ്വത്വം, ആ സ്വത്വമാണ് സെൽഫ് ഹുഡാണ് ആളത്വം. 3 ദൈവിക ആളുകൾ വിശുദ്ധ തൃത്വത്തിലുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. ഇവർ ഓരോരുത്തരും പൂർണ്ണമായതും പൂർത്തിയായതും ഐക്യത്തിലുമുള്ള ദൈവമാണ്. അതേസമയം ഇവർ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ 3 ആളത്വങ്ങളുള്ള ഉണ്മയാണ്. ഞാൻ പറഞ്ഞതൊരു കഠിനമാണ്, അത് മനസ്സിലാക്കാം. ഉണ്മ എന്ന് പറയുമ്പോൾ ബീയിങ്, ആകുന്നവൻ അല്ലെങ്കിൽ ആയിരിക്കുന്നവൻ. ഞാനാകുന്നവൻ ഞാനാകുന്നു പറഞ്ഞാൽ എന്നെപ്പോലെ വേറെ ആരും ഇല്ല, ആ അർത്ഥത്തിലാണ്. അപ്പോൾ പിതാവിൻ്റെ ആളത്വം പിതൃത്വം അത് പുത്രനില്ല. പുത്രൻ്റെ ആളത്വം പുത്രത്വം അത് വേറെ ആർക്കുമില്ല, പിതാവിന് പരിശുദ്ധ റൂഹായ്ക്കുമില്ല. പരിശുദ്ധ റൂഹായുടെ ആളത്വം പുറപ്പെടൽ അത് പിതാവിനുമില്ല, പുത്രനുമില്ല. അതാണ് 3 പേരുടെ ആളത്തകൾ വ്യത്യസ്തങ്ങളാണ്. എന്നാൽ സാരാംശത്തിൽ അവർ ഒന്നാണ്. സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന 3 ആളത്തങ്ങളുള്ള ദൈവം. ഇപ്പോൾ ത്രിമൂർത്തി എന്ന് പറയുമ്പോൾ ഒരാൾ തന്നെ താൻ തന്നെ ഏകനായിരിക്കുന്നതും ബാഹ്യലോകത്ത് 3ആയി കാണപ്പെടുന്നതുമാണ്. അതാണ് ത്രിമൂർത്തി. എന്നാൽ തൃത്വം എന്ന് പറയുമ്പോൾ സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതും 3 ആളത്തങ്ങളുള്ളതുമായ പൂർണ്ണമായതും പൂർത്തിയായതും ഐക്യത്തിലുള്ള 3 വ്യത്യസ്തങ്ങളായിരിക്കുന്ന വ്യതിരിക്തങ്ങളായിരിക്കുന്ന ദൈവമാണ്. ഓരോരുത്തരും പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ ആളുമാണ്. പക്ഷേ ഈ ആളത്വത്തിൽ വ്യത്യാസമുണ്ടായ നേരത്തെ പറഞ്ഞു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.